ഹലോ കൂട്ടുകാരെ, ബ്രാൻഡിങ്ങിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിലേക്കുള്ള വളരെ രസകരമായ ഈ ആനിമേറ്റഡ് യാത്രയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇത് മൊഡ്യൂൾ 1. എപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു വാക്കാണല്ലോ ബ്രാൻഡ്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ ബ്രാൻഡ്? ഇത് എവിടെ നിന്നാണ് വന്നത്? ഇന്ന് നമ്മൾ അതാണ് കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയത്തെ? നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ ഇവിടെ ഉണ്ടായിരിക്കണം കേട്ടോ. കാരണം ഫൗണ്ടേഷൻ സ്ട്രോങ് ആയാൽ മാത്രമേ നമുക്കിതിൽ വലിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയൂ. നമ്മുടെ ഇന്നത്തെ അജണ്ട എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. പ്രധാനമായും 4 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 1, ബ്രാൻഡിങ്ങിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്. 2, ഒരു ആധുനിക ബ്രാൻഡിനെ നമുക്ക് എങ്ങനെ നിർവചിക്കാം. 3, എന്താണ് ഒരു ട്രേഡ് മാർക്ക്. ഒടുവിലായി ബ്രാൻഡും ട്രേഡ് മാർക്കും തമ്മിലുള്ള വ്യത്യാസം. കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ വിഷയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ബ്രാൻഡിങ്ങിൻ്റെ ചരിത്രം. നമുക്കൊരു കാർട്ടൂൺ ടൈം മെഷീനിൽ കയറി പഴയ കാലത്തേക്കൊന്ന് പോയാലോ? ഇന്നത്തെ ഈ വലിയ ബോർഡുകളിലും പരസ്യങ്ങളിലും ഒക്കെ കാണുന്ന ബ്രാൻഡിംഗ് സിസ്റ്റം ശരിക്കും എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് നമുക്ക് കണ്ടെത്താം. ചരിത്രമെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ബ്രാൻഡിംഗ് എന്ന ആശയം തുടങ്ങിയത് ക്രിസ്തുവിനും 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. പിന്നീട് 16 മുതൽ 18 വരെയുള്ള നൂറ്റാണ്ടുകളിൽ സാധനങ്ങൾ പരസ്പരം തിരിച്ചറിയാനും അവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനുമുള്ള ഒരു സിസ്റ്റമായി ഇത് മാറി. പക്ഷേ ഇതിനൊരു ഇരുണ്ട ചരിത്രം കൂടിയുണ്ട്. പഴയ ഇംഗ്ലണ്ടിൽ അടിമകളുടെ മേൽ ഉടമസ്ഥാവകാശം കാണിക്കുന്നതിനായി അവരെ ചൂടുവെച്ച് അടയാളപ്പെടുത്തിയിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ചരിത്രത്തിലെ ഈ വസ്തുതകളും നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ പഴയ കാലം ഒന്ന് ആലോചിച്ചു നോക്കൂ. ഗ്രീക്കുകാരും റോമാക്കാരും തങ്ങളുടെ ദേവന്മാർക്ക് നൽകുന്ന വഴിപാടുകൾ തിരിച്ചറിയാൻ പ്രത്യേക അടയാളങ്ങൾ വെച്ചിരുന്നു. അതുപോലെ കർഷകർ തങ്ങളുടെ പശുക്കളെയും മറ്റു മൃഗങ്ങളെയും ആരും മോഷ്ടിക്കാതിരിക്കാൻ അവയുടെ ശരീരത്തിൽ മുദ്രകൾ കുത്തിവെച്ചു. ഡിസ്റ്റിലറുകളാവട്ടെ തങ്ങളുടെ ഒറിജിനൽ ഉൽപ്പന്നങ്ങൾ വ്യാജന്മാരിൽ നിന്നും സംരക്ഷിക്കാൻ മരപ്പാത്രങ്ങളിൽ ചൂടാക്കി മുദ്ര പതിപ്പിച്ചിരുന്നു. അതായത് അന്നത്തെ കാലത്ത് ഈ ബ്രാൻഡിംഗ് എന്ന് പറയുന്നത് തികച്ചും പ്രായോഗികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് അറിയാമോ? ഈ ബ്രാൻഡ് എന്ന വാക്ക് എവിടെ നിന്ന് വന്നു എന്നതാണ്. ബ്രാൻഡ് എന്ന പഴയ വാക്കിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം കത്തിക്കുക അല്ലെങ്കിൽ ടു ബേൺ എന്നാണ്. മൃഗങ്ങളിലും മറ്റും ചൂട് വെച്ച് അടയാളപ്പെടുത്തിയിരുന്ന ആ പഴയ രീതിയിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡ് എന്ന വലിയ വാക്ക് തന്നെ ഉണ്ടായിട്ടുള്ളത്. ചെറിയൊരു തീപ്പൊരിയിൽ നിന്നാണ് ഇന്നത്തെ വലിയ കോർപ്പറേറ്റ് ലോകം ഉണ്ടായതെന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ വിഷയം, ആധുനിക ബ്രാൻഡ് അഥവാ മോഡേൺ ബ്രാൻഡ്. ആ പഴയകാലത്തെ ചൂടുവെക്കുന്ന രീതിയിൽ നിന്നും മാറി ഇന്നത്തെ ആധുനിക കോർപ്പറേറ്റ് ലോകത്തേക്ക് വരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഒരു ബ്രാൻഡ്? നമുക്ക് നോക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതാണ് കാര്യം. ഉപഭോക്താക്കളുടെ മനസ്സിൽ ഒരു ഉൽപ്പന്നത്തെയോ സ്ഥാപനത്തെയോ ബാക്കിയുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി കാണിക്കുന്ന ഏതൊരു പേരും ചിഹ്നവും അല്ലെങ്കിൽ അടയാളവുമാണ് ബ്രാൻഡ്. നിങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു സാധനം വാങ്ങുമ്പോൾ അവിടെയുള്ള ഒരുപാട് സമാനമായ സാധനങ്ങളിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ പ്രത്യേക പ്രോഡക്റ്റിനെ വേർതിരിച്ചു നിർത്തുന്നത് അതിൻ്റെ ബ്രാൻഡാണ്. ഇനി കുറച്ചുകൂടി ഒഫീഷ്യലായിട്ട് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ നൽകുന്ന കൃത്യമായ നിർവചനം നോക്കാം. അവർ പറയുന്നത് ഒരു വിൽപ്പനക്കാരൻ്റെ സാധനങ്ങളെയോ സേവനങ്ങളെയോ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണെന്ന് ഉപഭോക്താക്കളെ ബോധ്യപ്പെടുത്തുന്ന പേര്, പദം, ഡിസൈൻ, ചിഹ്നം എന്നിവയെല്ലാം ബ്രാൻഡാണെന്നാണ്. ചുരുക്കത്തിൽ മറ്റുള്ളവരിൽ നിന്നുള്ള വ്യത്യാസം അഥവാ ഡിഫറൻസിയേഷൻ എന്നതാണ് ഒരു ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ബ്രാൻഡ് മാർക്കറ്റിൽ വലിയ ഹൈറ്റായി എന്ന് കരുതുക. ആരെങ്കിലും അത് കോപ്പി അടിച്ചാലോ? നിങ്ങളുടെ ബ്രാൻഡിന് നിയമപരമായ ഒരു സംരക്ഷണം ആവശ്യമായി വരുമ്പോൾ അത് എന്തായി മാറും? അവിടെയാണ് മാർക്കറ്റിംഗിൽ നിന്നും നിയമത്തിൻ്റെ ലോകത്തേക്ക് നമ്മൾ കടക്കുന്നത്. അതാണ് നമ്മുടെ മൂന്നാമത്തെ വിഷയം. എന്താണ് ഒരു ട്രേഡ് മാർക്ക്? ബ്രാൻഡ് എന്ന മാർക്കറ്റിംഗ് ആശയത്തിൻ്റെ നിയമപരമായ മുഖമാണിത്. ഒരു സ്റ്റുഡൻറ് എന്ന നിലയിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണിത്. ട്രേഡ് മാർക്ക് എന്നത് തികച്ചും ഒരു ലീഗൽ ടേമാണ്. അതായത് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പേരോ ചിഹ്നമോ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് ഒരു ട്രേഡ് മാർക്കായി മാറുന്നു. ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും നിങ്ങളുടെ അനുവാദമില്ലാതെ ആ പേരോ ചിഹ്നമോ ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ അവസാനത്തെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. 4ാമത്തെ വിഷയം, ബ്രാൻഡും ട്രേഡ് മാർക്കും തമ്മിലുള്ള വ്യത്യാസം. പരീക്ഷകൾക്കും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ലൈഫിലും നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണിത്. ഈ പട്ടികയിലേക്ക് ഒന്ന് നോക്കൂ. നിർവചനമെടുത്താൽ ബ്രാൻഡ് എന്നത് വെറും ഒരു പേരോ ചിഹ്നമോ മാത്രമാണ്. എന്നാൽ ട്രേഡ് മാർക്ക് എന്നത് നിയമപരമായി പരിരക്ഷിക്കപ്പെട്ട ഒരു ബ്രാൻഡാണ്. രണ്ടാമതായി പകർപ്പ് അല്ലെങ്കിൽ കോപ്പി അടിക്കുന്നത് നോക്കുക. ഒരു സാധാരണ ബ്രാൻഡ് മറ്റൊരാൾക്ക് എളുപ്പത്തിൽ കോപ്പി അടിക്കാം. എന്നാൽ ഒരു ട്രേഡ് മാർക്ക് നിയമപരമായി കോപ്പി അടിക്കാൻ ആർക്കും കഴിയില്ല. മൂന്നാമതായി ഇതിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ സ്കോപ്പ്. ബ്രാൻഡിൻ്റെ വ്യാപ്തി വളരെ പരിമിതമാണ്. എന്നാൽ ട്രേഡ് മാർക്കിന് നിയമത്തിൻ്റെ പിൻബലമുള്ളതുകൊണ്ട് വലിയ വ്യാപ്തിയും സംരക്ഷണവും ലഭിക്കുന്നു. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ
ഉപഭോക്താക്കൾ ഒരു ബ്രാൻഡ് കാണുമ്പോൾ അവർ ആ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയും സവിശേഷതകളുമാണ് ഓർക്കുന്നത്. അതായത് ബ്രാൻഡ് ഉൽപ്പന്നത്തിന്റെ ഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ഒരു ട്രേഡ് മാർക്ക് എപ്പോഴും പ്രതിനിധീകരിക്കുന്നത് ആ കമ്പനിയുടെ നിയമപരമായ ഐഡന്റിറ്റിയാണ്. ഇതൊരു സുവർണ നിയമമായി എപ്പോഴും മനസ്സിൽ വച്ചോളൂ. എല്ലാ ട്രേഡ് മാർക്കുകളും ബ്രാൻഡുകളാണ്. എന്നാൽ എല്ലാ ബ്രാൻഡുകളും ട്രേഡ് മാർക്കുകളല്ല. നിങ്ങളൊരു ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമാണ് അത് ട്രേഡ് മാർക്ക് ആകുന്നത്. അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യാത്ത ആയിരക്കണക്കിന് ബ്രാൻഡുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവയൊന്നും ട്രേഡ് മാർക്കുകളല്ല എന്ന് എപ്പോഴും ഓർക്കുക. അപ്പോൾ ഈ സെഷൻ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ചെറിയൊരു ടാസ്ക് തരാം. ഇപ്പോൾ നിങ്ങളുടെ ചുറ്റും കാണുന്ന സാധനങ്ങളിലേക്കൊന്ന് നോക്കൂ. നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ, ലാപ്ടോപ്പ്, നിങ്ങളിട്ടിരിക്കുന്ന ഡ്രസ്സ്, വെള്ളക്കുപ്പി, ഇതിൽ കാണുന്ന പേരുകളിൽ ഏതൊക്കെ വെറും ബ്രാൻഡായിരിക്കും, ഏതൊക്കെയാണ് നിയമപരമായി രജിസ്റ്റർ ചെയ്ത ഒറിജിനൽ ട്രേഡ് മാർക്കുകൾ എന്ന് കണ്ടുപിടിക്കാമോ? ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് ഈ വിഷയം ഒന്നുകൂടി ക്ലിയർ ആവാൻ നിങ്ങളെ സഹായിക്കും. അടുത്ത വിശദീകരണത്തിൽ പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ തുടരുക.